3.5 years. 10.5 years. ടൈമിൽ നമ്മൾ കപ്പിൾസ് അല്ല. ആ ടൈമിൽ നമ്മൾ കപ്പിൾസ് അല്ല. Me? Okay. Thank you. Seriously. Shaka. Happy second anniversary. Thank you. Wait. Before going to opening, we have a session. Shall we? Okay. Okay. Let's start. Ah. Since today is all about celebrating us, I would like to ask you a few questions, few things, which will make this day even more beautiful or special. Shall we? So, the first question: who means the world to you, or who do you like the most in the world? അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. അത് നമുക്കിടയിൽ നല്ല ഏതൊരു എന്താ പറയുക കപ്പിൾസിൻ്റെ ഇടയിലാണ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടേ ഉള്ളൂ. ഇന്നത്തെ കാലം നമ്മുടെ പാരൻസിനെ കൂടെയാണ് ജീവിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസ് തന്നെയായിരിക്കും ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ 2 year ആയിട്ടല്ലേ ഉള്ളൂ. കാരണം അതിങ്ങനെ ഗ്രോ ആയി വരുന്നുണ്ടല്ലോ സ്നേഹം. പ്രോഗ്രസീവ്ലി ആയി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എത്ര നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. Okay. Shall we move to the second question? So, the second question is, what is the favorite moment of us from the past 2 years? Sorry, past 3.5 years. 10.5 years. Favorite moment of us. എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ മാരേജിന് മുമ്പേ ഒരു 1.5 വർഷത്തിൽ പരിചയമുള്ള ആൾക്കാരാണല്ലോ. പക്ഷേ നമ്മളങ്ങനെ ഒരുപാട് കോൾ ചെയ്തു. പിന്നെ മീറ്റ് ചെയ്തതും പിന്നെ നമ്മൾ കഴിയുന്നതും ട്രാവൽ ചെയ്യുന്നതും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും Before getting married, those days, like okay. Then the third question. Okay. If we could relive a moment, what would it be? I mean, relive a moment of us. What would it be and why? അന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നുവെച്ചാൽ ആ ടൈമിൽ നമ്മൾ കപ്പിൾസ് അല്ല. ആ ടൈമിൽ നമ്മൾ കപ്പിൾസ് അല്ല, നമ്മൾ ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല. ഏത് ആ സമയത്തൊന്നും എനിക്ക് പ്രണയിക്കണമായിരുന്നു. പ്രണയിച്ചുകൊണ്ടുള്ള ആ ഒരു 1.5 years അതാണ് നിങ്ങൾ റിലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ്. Okay. Then shall we move to the fourth question? Fourth question. As a person who I am, what is the most good thing or the best character in myself as a person who I am? Okay. പിന്നെ അതിന് ആൻസർ പറയുന്നതിന് എത്ര ക്വസ്റ്റ്യൻ? Just 4 questions. Okay. അപ്പോൾ ഇത് തേർഡ് ക്വസ്റ്റ്യൻ. Sorry, fourth question. ഫോർത്ത് ക്വസ്റ്റ്യൻ. One question is in my personality. എന്ന് വെച്ചാൽ ആണ് എന്തൊക്കെ കച്ചറുണ്ടായാലും തെറ്റിയാലും പെട്ടെന്ന് ആയിട്ട് വരും. പിന്നെ പാവാണ്. ഞാൻ പാവാണോ? പിന്നെ എല്ലാവരും ചിന്തിക്കണ്ടേ? ആ ടൈമിൽ പാവായിട്ടായി എന്തൊക്കെ കച്ചറുണ്ടായാലോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞത് പെട്ടെന്ന് ഫോർഗീവ് ചെയ്യും.
സ്ഥാനത്ത് തോന്നിയാലും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അവരെ പറഞ്ഞ് പോസിറ്റീവാക്കാൻ ഒരാളെ ശ്രമിക്കൂ. ആരെന്ന് പറഞ്ഞാൽ ഓക്കെ, അത്ര മതി, ഓവർ പുകയത്തല്ല. ഓക്കെ, fire question. Because I'm asking this question because I'm valuing you. I value your opinion. I value your thoughts. Okay. Is there any particular character or any specific character myself which you think I need to improve or I need to change that particular character? Is there any such personality or character myself? പറയുകയാണെങ്കിൽ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കരിയർ അതായത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് MSc അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് പോലെ അത് ചിന്തിക്കാത്ത ഒരാളാണെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് അത് പഠിച്ചു തന്നതല്ല. ഇനിയിപ്പം മുന്നോട്ടാണെങ്കിലും എന്താണ് അടുത്തത് എന്നുള്ളൊരു എന്താ പറയുക ശരിയാവാക്കൊന്നുമില്ല, എന്നാലും ശരിയാവും 100%. എന്നാലും അതിനെ കുറിച്ച് ചിന്ത എനിക്കില്ല. I'm not bothering about my future or about my career. അതാണ് എനിക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ if you ask me what will I answer എന്നൊരു ക്യൂരിയോസിറ്റി നിൽക്കുന്നുണ്ട്. ഓക്കെ, what was the first question? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങളെന്താ പറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ? For me, I think before getting married, maybe Allah, he was my mother. After getting married, you means the world to me. It's up to me, okay? No need to explain. Then the second question, എന്തായിരുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് us past 3 years സോറി 2.5. അതെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ജാനുവരി 14 ഞാനിവിടെ വന്നത്. 2023 ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ആ ഡേ, ആ ഫസ്റ്റ് ഡേ, അന്ന് നിങ്ങൾ ഡേ അല്ല നൈറ്റ് യു പ്രോമിസ് മീ വൺ തിങ്. അതായത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആർക്കും ഞാൻ എന്നെ ഇട്ട് കൊടുക്കൂലെന്ന്. സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ് വേർഡ്സ്. അതെനിക്ക് ഫേവറേറ്റ് മൊമെന്റ് എന്ന് മാത്രം അപ്പുറമല്ല, എനിക്ക് എന്തോ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണത്. ഇനിയിപ്പോൾ എത്ര കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു വേർഡും ദോസ് മൊമെന്റ്സ് ഉണ്ടല്ലോ, ഇറ്റ്സ് ദ ഫേവറേറ്റ് മൊമെന്റ് ഓഫ് മീ. പിന്നെന്താ ചോദിച്ചിരുന്നത്? തേർഡ്, ഒരു റിലീവ് ചെയ്യാനൊരു മൊമെന്റ് കിട്ടുകയാണെങ്കിൽ ഏതായിരിക്കുന്നില്ലേ? റിലീവ് ചെയ്യാൻ കിട്ടിയപ്പോ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ റിലീവ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആ ദിവസം, ആ രാത്രിയൊക്കെ. അതുപോലെ വെഡിങ് ഡേ നമ്മൾ കുറച്ചും കൂടെ ഒന്നും കൂടി എന്തെല്ലോ ഇൻപുട്ട് കൊടുക്കായിരുന്നു എനിക്ക് ഇപ്പോഴും തോന്നുന്നു. അപ്പൊ ഒന്നും കൂടി റിലീവ് ചെയ്യാൻ നല്ല രസമായിരുന്നു. നിങ്ങൾ വരുന്നതും ആ ഒരു പേടിച്ച് നിൽക്കണം, അതൊക്കെ എനിക്ക് ഒന്നും കൂടെ റിലീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ഫസ്റ്റ് നമ്മളൊരു ഊട്ടി പോയില്ലേ, നമ്മൾ രണ്ടുപേരും മാത്രമില്ലാത്ത ഊട്ടി ട്രിപ്പ്. അതിന്റെ ഏറ്റവും വലിയ എന്താ വെച്ചാല് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും, എവിടെ പോണേയും ഫൈറ്റ്. ബട്ട് ഐ തിങ്ക് ദോസ് ഡേയ്സ് നമ്മളങ്ങനെ എന്താ പറയാ ആ ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഭയങ്കര അല്ലേ, അതെനിക്ക് റിലീവ് ചെയ്യാനായിട്ട്. പിന്നെ എന്തായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിരുന്നൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് നിങ്ങൾക്ക് കുറഞ്ഞു വന്നൊരു ക്യാരക്ടർ ഞാൻ പറഞ്ഞത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരുന്നു, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ നിങ്ങൾ എന്താ പറയാ അത്രയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്, ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, എന്ത് ചെയ്യുന്നതിലും ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് അല്ലെ? ഞാൻ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ വേ യു പ്രസർവ് യുവർ സ്റ്റൈൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈവൺ ദ വേ യു ഈറ്റ്, ഓക്കെ, സത്യം സീരിയസ്ലി. അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുന്നത്, യു റെസ്പെക്ട് എൽഡേഴ്സ്, യു ലവ് ചിൽഡ്രൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. ബിക്കോസ് നോർമലി ഒരാൾ അങ്ങനെ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈവൺ യുവർ ക്ലെൻലിനെസ്, നല്ലൊരു വൃത്തി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്.
പിന്നെ ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലേ, അതെന്തേലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ട് നിങ്ങളെ ക്യാരക്ടർ? എന്താ ചെയ്യോ, ഒരു ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ, പെട്ടെന്ന് ദേഷ്യപ്പെടും. നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ എന്ത് ഒറ്റബുദ്ധിയാണെന്ന്. അതൊന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും, യു ഷുഡ് നോട്ട് ഡു എന്ന്, ബട്ട് നിങ്ങൾ അത് പോയി ചെയ്യും, എന്നിട്ട് അത് കൊളായിട്ട് പിന്നെ വന്നാണ് മുത്തു എന്ന് വിളിക്കും. അതൊന്ന് മാറി കിട്ടിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളൂ. Then let's wind up this session, darling. Okay. എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. ഓക്കെ ശരി, അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അല്ല അങ്ങനെയല്ല, ആണെന്നൊന്നുമില്ല അല്ലേ? എനിക്ക് ഗിഫ്റ്റ് വേണ്ടേ? സീരിയസ്ലി പറ്റിക്കാണോടോ? ഏയ് തുറന്നു നോക്ക്. മാക്കോ